സിനിഫയൽ മൂവി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ദ്വിദിന ചലച്ചിത്ര പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേദിയൊരുക്കിയത്. മുക്കം മണാശ്ശേരി UP സ്കൂളിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ മുന്നിലാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനാണ്. പഠനരംഗത്തും പാഠ്യേതര രംഗത്തും കഴിവുള്ള മിടുക്കന്മാരായ കുട്ടികളാണ്. ഇത്തരം ക്യാമ്പുകളിലൂടെ ആത്മവിശ്വാസം വളർത്താൻ സാധ്യമാകും എന്ന് അവർ പറഞ്ഞു. നമ്മുടെ നാട് കലയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന പ്രദേശമാണ്. ധാരാളം കലാകാരന്മാർ, സിനിമയും അതുപോലെ നാടകവുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയാണ് പുതിയ തലമുറയ്ക്ക് സിനിമയെക്കുറിച്ച്, നാടകത്തെക്കുറിച്ച് ഒക്കെ അറിവ് നൽകുന്നതിന് വേണ്ടി ഇവിടെ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി സിനിഫയൽസിൻ്റെ ഭാരവാഹികളെ, സിനിഫയൽസിലെ മെമ്പർമാരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സംഘടന ജനറൽ കൺവീനർ ജോസ് മുണ്ടത്താനം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുക്കം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും കൂടുതൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മുക്കം. ഈ ഇരുവഴിഞ്ഞിപ്പുഴ തീരത്തുള്ള നമ്മുടെ മുക്കം എല്ലാ വിധത്തിലും ഇത്രത്തോളം കലാകാരന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് മുക്കം നഗരസഭ കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തി വരികയാണ്. ആ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ, നിരവധിയായിട്ടുള്ള കലാകാരന്മാർ, ചെറിയ ചെറിയ ഡയറക്ടർമാർ, ഇവരെല്ലാം നിരവധിയായിട്ടുള്ള ഫിലിമുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം നമ്മുടെ PC തിയേറ്റർ ഉടമ ഇവിടെ ഇരിക്കുന്നുണ്ട്. തിയേറ്റർ വഴി നമുക്ക് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ബെന്ന ചേന്ദമംഗല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഇരുവഴിഞ്ഞിയുടെ തീരം കല, സാംസ്കാരിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ നിരവധിയാണ്. മുക്കം നഗരസഭ 3ാം തവണയാണ് വിജയകരമായി ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സിനിമാ ലോകം എന്നത് ഏറ്റവും സ്വാധീനമുള്ളൊരു മേഖലയാണ് അല്ലേ? ചലച്ചിത്രം എന്നാണ് നമ്മൾ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്ന ചലച്ചിത്രം എന്ന് പറയും? ചലിക്കുന്ന ചിത്രമാണ് അല്ലേ? ഒറ്റ ചിത്രമല്ല, ആ ചിത്രങ്ങൾ ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് അതിങ്ങനെ ചലിപ്പിച്ചിട്ടാണ് പണ്ട് ചലച്ചിത്രം ഉണ്ടാക്കിയത്. പക്ഷെ ചലിക്കുന്ന ചിത്രം എന്ന് പറയുമ്പോൾ അത് വേറൊരു സിംഗിൾ ഇൻവെർട്ടഡ് കോം ഇട്ടിട്ട് ചലിപ്പിക്കുന്ന ചിത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം തോന്നുന്നുണ്ടോ? ചലിപ്പിക്കുന്ന ചിത്രം, അതായത് നമ്മുടെ സമൂഹത്തെ ചലിപ്പിക്കും. അതിനുള്ള കഴിവ് അതിനുണ്ട്. ഇനി നാടകരംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി അടുത്ത വർഷം നടപ്പിലാക്കും. ഫിലിം ഫെസ്റ്റ് ഡയറക്ടർ അമീൻ ജൗഹർ സ്വാഗതവും ഫിലിം ഫെസ്റ്റ് ട്രഷററും ഗായകനുമായ VK അബുൽ ജബ്ബാർ നന്ദിയും പറഞ്ഞു. PK ബാബുരാജ്, ഷിംജി PC, തേജസ് പെരുമണ്ണ, റഫീഖ് തോട്ടുമുക്കം എന്നിവർ അഭിനയം, കഥ, തിരക്കഥ, സംവിധാനം, വീഡിയോ ജേർണലിസം വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ശനിയാഴ്ച കുട്ടികളുടെ പങ്കാളിത്തത്തോടെ ലഘുചിത്രത്തിന്റെ നിർമ്മാണത്തോടെ ക്യാമ്പ് സമാപിക്കും. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.